വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് കെമിസ്ട്രിയിലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കായ ബാലൻസിങ് കെമിക്കൽ ഇക്വേഷൻസ് ആണ്. 8, 9, 10 ക്ലാസ്സുകൾക്ക് ഏറെ ഉപകാരപ്പെടുന്നു. ബാലൻസിങ് കെമിക്കൽ ഇക്വേഷൻ നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് എങ്ങനെ ഒരു കെമിക്കൽ ഇക്വേഷൻ ബാലൻസ് ചെയ്യാം. 8th, 9th, 10th ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് ഉപകാരപ്രദമായിരിക്കുന്ന ഒരു വീഡിയോ ആണിത്. അപ്പോൾ നമ്മൾ ഉദാഹരണം ഫസ്റ്റ് നമ്മൾ നൈട്രജനും ഹൈഡ്രജനും ചേർന്ന് അമോണിയ ഫോം ചെയ്യും, അമോണിയ ഉണ്ടാകും. നമ്മൾ ഇതിൽ എന്തൊക്കെ ഈ റിയാക്ഷൻ നമുക്ക് എങ്ങനെ ബാലൻസ് ചെയ്യാം. അപ്പോൾ നമ്മൾ നൈട്രജനും ഹൈഡ്രജനും ഇതിന് നമ്മൾ റിയാക്റ്റൻസ് എന്ന് പറയും. അത് മൂലമുണ്ടാകുന്നത് എന്താ? അമോണിയ. അത് നമ്മൾ പ്രൊഡക്ട്സ് എന്ന് പറയുന്നു. അപ്പോൾ ഈ ആരോ മാർക്കിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ളതിനെ നമ്മൾ റിയാക്റ്റൻസ് എന്നും ആരോ മാർക്കിൻ്റെ റൈറ്റ് സൈഡിലുള്ളതിനെ നമ്മൾ പ്രോഡക്ട്സ് എന്നും വിളിക്കുന്നു. അപ്പോൾ ഇവിടെ റിയാക്റ്റൻസ് ഏതൊക്കെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്? നൈട്രജനും ഹൈഡ്രജനും. നമുക്ക് ഏതാ അത് മൂലം കിട്ടിയ പ്രോഡക്റ്റ് എന്താ? NH3 അമോണിയ. ശ്രദ്ധിക്കുക, NH3 അമോണിയ, NH4 അമോണിയം. അപ്പോൾ നമ്മൾ റിയാക്റ്റൻറ്റ് സൈഡിൽ നൈട്രജൻ 2. എത്ര നൈട്രജൻ ആറ്റം നമ്മൾ എടുത്തിട്ടുണ്ട്? 2. എത്ര ഹൈഡ്രജൻ ആറ്റം? 2. മീൻസ് ഒരു നൈട്രജൻ മോളിക്യൂൾ. 2 നൈട്രജൻ ആറ്റം എന്ന് പറഞ്ഞാൽ അത് ഒരു നൈട്രജൻ മോളിക്യൂൾ. ഇവിടെ നമ്മളെപ്പോഴും എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, നൈട്രജൻ N2, ഹൈഡ്രജൻ H2 അങ്ങനെ നമ്മൾ എടുക്കുള്ളൂ. അപ്പോൾ N2 H2 നമ്മൾക്ക് എന്താ കിട്ടിയിരിക്കുന്നത്? NH3. അപ്പോൾ ഇവിടെ 3 ഹൈഡ്രജൻ വന്നിരിക്കുന്നു. പ്രോഡക്റ്റ് സൈഡിൽ 3 ഹൈഡ്രജൻ, പക്ഷേ നമ്മുടെ റിയാക്റ്റൻറ്റ് സൈഡിൽ 2 ഹൈഡ്രജൻ. പക്ഷേ ഇനി ശ്രദ്ധിക്കുക, റിയാക്റ്റൻറ്റ് സൈഡിൽ 2 നൈട്രജൻ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ബാലൻസ് ചെയ്യാൻ വേണ്ടി പ്രോഡക്റ്റ് സൈഡിൽ 2 നൈട്രജൻ ഇട്ട് കൊടുത്തു. അപ്പോൾ നൈട്രജൻ 2 എണ്ണമായി. ഹൈഡ്രജൻ്റെ അളവ് എത്രയായി? 2 × 3 6 ഹൈഡ്രജൻ. ഈ നമ്മൾ ഇട്ടിരിക്കുന്ന 2ഉം ഹൈഡ്രജൻ്റെ 3 NH3 ഹൈഡ്രജൻ്റെ 3. അപ്പോൾ 2 × 3 6 ഹൈഡ്രജൻ പ്രോഡക്റ്റ് സൈഡിൽ വന്നു. അപ്പോൾ നമ്മൾ റിയാക്റ്റൻറ്റ് സൈഡിൽ അതിനെങ്ങനെ ബാലൻസ് ചെയ്യും? ഇവിടെ ഒരു 3 ഹൈഡ്രജന് മുൻപിൽ ഒരു 3 ഇട്ട് കൊടുത്തു. 3 × 2 6. നോക്കാം, റിയാക്റ്റൻറ്റ് സൈഡിൽ 2 നൈട്രജൻ, പ്രോഡക്റ്റ് സൈഡിൽ 2 നൈട്രജൻ. റിയാക്റ്റൻറ്റ് സൈഡിൽ 6 ഹൈഡ്രജൻ, പ്രോഡക്റ്റ് സൈഡിലും 6 ഹൈഡ്രജൻ. അങ്ങനെ നമ്മുടെ ഇക്വേഷൻ ബാലൻസ്ഡായി. ഇപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, നൈട്രജൻ നമുക്കിവിടെ എത്ര ഉണ്ട്? റിയാക്റ്റൻറ്റ് സൈഡിൽ 2 എണ്ണം ഉണ്ട്, നൈട്രജൻ 2. പ്രോഡക്റ്റ് സൈഡിലും നൈട്രജൻ 1 ആയിരുന്നു, അതിനെ നമ്മൾ 2 എണ്ണം ചേർത്ത് 2 ആക്കി. റിയാക്റ്റൻറ്റ് സൈഡിൽ ഹൈഡ്രജൻ നമുക്ക് ഓൾറെഡി 2 എണ്ണം ഉണ്ടായിരുന്നുള്ളൂ. പ്രോഡക്റ്റ് സൈഡിൽ നമുക്കത് എത്ര എണ്ണമായി? ഇവിടെ 2 ഇട്ടപ്പോൾ 3 × 2 6 മാറി. നമ്മളിവിടെ 3 ഇട്ട് കൊടുത്തു. 3 × 2 6 മാറി. അപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലായി എന്ന് കരുതുന്നു. നൈട്രജനും ഹൈഡ്രജനും ചേർന്ന് അമോണിയ ഫോം ചെയ്യുന്നു. ആ ഇക്വേഷൻ എങ്ങനെയൊക്കെ ബാലൻസ് ചെയ്യാം? ഇനി നമുക്ക് അടുത്തൊരു ഉദാഹരണത്തിലേക്ക് പോകാം. മാഗ്നീഷ്യം ബേൺസ് ഇൻ എയർ. Mg+O2 gives MgO. ഇത് എങ്ങനെ നമുക്ക് ബാലൻസ് ചെയ്യാം? അപ്പോൾ ശ്രദ്ധിക്കുക, Mg+O2 gives MgO. നമുക്കിവിടെ എത്ര Mg ഉണ്ട്? ഒരു Mg. എത്ര O ഉണ്ട്? 2 O2. നമ്മളെപ്പോഴും O2 H2 അങ്ങനെ മോളിക്യൂളായിട്ട് എടുക്കുകയുള്ളൂ. അപ്പോൾ Mg+O2 gives MgO. O2 നമ്മൾ എത്ര O ഉണ്ട്? 2 O. അപ്പോൾ നമ്മളിവിടെ ഒരു 2 ഇട്ട് കൊടുത്തു. അപ്പോൾ ഇവിടെ 2 MgO. അപ്പോൾ നമുക്ക് Mg എന്ത് ചെയ്യാം? 2 ഇവിടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ 2 Mg+O2 gives 2 MgO. ഇനി വേറൊരു എളുപ്പ വഴി പറഞ്ഞുതരാം. ഇവിടെ പ്രോഡക്റ്റ് നമ്മൾ Mg+O2 gives, നമുക്കിപ്പോൾ പ്രോഡക്റ്റ് സൈഡ് എന്ത് കിട്ടുമെന്ന് അറിയില്ല. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നേക്കാണ്, മാഗ്നീഷ്യം ബേൺസ് ഇൻ എയർ ഗീവ്സ് ഡാഷ്. അപ്പോൾ നമ്മൾ എന്താ നമ്മൾക്കറിയാം, നമ്മൾ എന്ത് ചെയ്യും? മാഗ്നീഷ്യം ബേൺസ് ഇൻ എയർ, എയർ മീൻസ് ഓക്സിജൻ, O2. അപ്പോൾ Mg+O2 ഗീവ്സ് MgO. വാട്ട് ഈസ് ദ വാലൻസി ഓഫ് Mg? Mgയുടെ വാലൻസി എന്താ? Mg എന്ന് പറഞ്ഞാൽ 12, അറ്റോമിക് നമ്പർ 12. വാലൻസി എന്ത് വരും? 2, 8, 2. 2 ആണ് Mgയുടെ വാലൻസി. ഓക്സിജൻ്റെ വാലൻസി എത്ര വരുന്നത്? ഓക്സിജൻ 8 ആണ് അറ്റോമിക് നമ്പർ. ഓക്സിജൻ്റെ വാലൻസി 2, 6. ഓക്സിജൻ്റെ വാലൻസി എത്രയാണ്? 2. അപ്പോൾ നമ്മൾ Mg വാലൻസി 2, Oയുടെ വാലൻസി 2. ഇൻ്റർചേഞ്ച് ചെയ്യാം. Mg2O2 gives MgO. Mg2O2 2 ക്യാൻസൽഡ്. നമുക്ക് എന്ത് കിട്ടി? MgO.
അപ്പം നമ്മുടെ പ്രോഡക്റ്റ് എന്ത് വന്നു? MgO. ഇനി നമ്മളിവിടെ എത്ര മോളിക്യൂൾ എടുത്തിരിക്കുന്നത്, എത്ര എടുത്തിരിക്കുന്നത്, നമ്പർ ഓഫ് ആറ്റംസ്, എത്ര ആറ്റംസ് എടുത്തിരിക്കുന്നു നോക്കാം. അപ്പോൾ നമുക്ക് O2 2 ആറ്റം, അപ്പോൾ ഇവിടെ 2, അപ്പോൾ 2 mg വരും. അപ്പോൾ നമ്മളിവിടെ ഒരു 2 ഇട്ട് കൊടുത്ത് അങ്ങനെ ബാലൻസ് ചെയ്യും.